ഹലോ ഗൈസ്, എല്ലാവർക്കും ഡോക്ടർ ഫെൻസിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം. എന്തിനാണ് നമ്മൾ ഫെൻസിങ് ചെയ്യുന്നത്? പൊതുവെ നമ്മൾ ബൗണ്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടി ഫെൻസിങ് ചെയ്യാറുണ്ട്. രണ്ടാമതായി നമ്മൾ കൃഷി സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്യാറുണ്ട്. അതായത് പന്നികളുടെയും മറ്റ് ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ഫെൻസ് ചെയ്യാറുണ്ട്. മൂന്നാമതായി, മനോഹരമായ ഒരു വീട് വെച്ചതിന് ശേഷം അത് അതിന്റെ വ്യൂ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫെൻസിങ് ഡിസൈൻ രീതിയിലുള്ള ഫെൻസിങ് നമുക്ക് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള അനാവശ്യമായ ട്രസ്പാസിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഫെൻസിങ് ചെയ്യാറുണ്ട്. പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഫെൻസിങ് ചെയ്തുകൊണ്ടിരുന്നത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ആ രീതിയിലായിരുന്നു ഫെൻസിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ തരത്തിൽ ഫെൻസിങ് ചെയ്തതിലുള്ള ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരങ്ങൾ മറ്റു കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കും ചെയ്യുമ്പോൾ ഉണ്ടാവുക. അത് പിന്നീട് മരങ്ങൾ അതിന് ഏത് ഭാഗത്തോട്ടാണോ സൂര്യപ്രകാശവും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നതിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതിന്റെ മരങ്ങളുടെ ഇഷ്ടത്തിന് വളരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ബൗണ്ടറി നമ്മുടെ ചിലപ്പം വെച്ചെടുത്തുകൂടി ആയിരിക്കൂല, ബൗണ്ടറി മാറിപ്പോയിട്ടുണ്ടാവും. നെക്സ്റ്റ് ജനറേഷൻ ഒക്കെ ആകുമ്പോഴത്തേനും ഇതൊരു വലിയ തർക്കത്തിലേക്കോ ഒക്കെ എത്താൻ ചാൻസ് ഉണ്ടാവും. ആ സമയത്ത് അങ്ങനെയാകുമ്പോഴത്തേനും ലാൻഡിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഇന്ന് ഒരു വേലി ചെയ്ത് നമ്മൾ നിലനിർത്തുന്നതിനേക്കാളും വലിയൊരു റേറ്റ് സെന്റിന് നമുക്ക് ലാൻഡിന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവുക.